എന്താടാ കള്ളച്ചെറുക്ക? അല്ല, എന്തിനാ ഇങ്ങനെ തള്ളി പുറത്താക്കുന്നത്? നീ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ ഒരു കൃമിയാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവം ചെയ്തില്ലല്ലോ. ഞാനിപ്പോ കടയിലുണ്ടായിരുന്ന മാസ്കുകളൊന്നും നോക്കുന്നില്ലല്ലോ. എല്ലാവർക്കും ഒരു ശല്യമാണ്. ഇതല്ലേ നിനക്ക് വേണ്ടത്? ദാ പിടിച്ചോ. എന്നാ ഓക്കേ, ഞാൻ വീട്ടിലേക്ക് പോവാട്ടോ. നീ എന്താ ഈ ചെയ്യുന്നത്? ആ പയ്യന്റെ കൂടെ കളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? വാ, വീട്ടിലേക്ക് പോവാം. നടക്ക്. തേടുവൊക്കാകെ നിന്നോട് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? നയൻറ്റീൽസിനെ കുറിച്ചുള്ള പരമാവധി വിവരങ്ങൾ മറച്ചു വെക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, നീ എന്റെ മകനാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ പലപ്പോഴും അപകടത്തിലാവുമായിരുന്നു. അച്ഛാ, എന്തിനാണ് നിങ്ങൾ സ്വന്തം മകന്റെ ശരീരത്തിൽ തന്നെ നയൻ ടൈൽസിനെ സീൽ ചെയ്തത്? അതുകൊണ്ട് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെ പറ്റി നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? എല്ലാവരും എന്നെ അറപ്പോടും വെറുപ്പോടും കൂടിയാണ് നോക്കിയിരുന്നത്. എയറിലൂടെ നടക്കുന്നതാണോ? ആ, ഒന്ന് പറയൂ ഭ്രാന്തൻ സന്യാസി. ഞാനത് കേൾക്കാൻ കാത്തിരിക്കുക. ശരി ശരി, ഭ്രാന്തൻ സന്യാസി എന്നുള്ള ഈ വിളിയൊക്കെ നിർത്ത്. ഞാൻ എത്ര മികച്ചതാണെന്നതിനെ കുറിച്ച് നിനക്കൊരു ഐഡിയ ഇല്ല അല്ലേ? എന്ത് മികച്ച ഭ്രാന്തനാണെന്നോ? എന്റെ ഒരു ഗുരുവുണ്ട്, ആക്ച്വലി ഈ ജുട്സു ഡെവലപ്പ് ചെയ്ത ആള്. അദ്ദേഹം പോലും പരാജയപ്പെട്ടതാ. ശരിയാണ്. എന്തിനു പറയുന്നു? ഫോർത്ത് ഹൊക്കാഗയ്ക്ക് പോലും അതിന് സാധിച്ചിട്ടില്ല. ഫോർത്ത് ഹൊക്കാഗെ ഇതിന്റെ ഫോർമുല ചേഞ്ച് ഹയസ്റ്റ് ഡിഗ്രി വരെ മാക്സിമം ഡെവലപ്പ് ചെയ്തതാണ്. പക്ഷെ അതിന്റെ റിസൾട്ട് പ്രസിംഗ് തന്നെ. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് എനിക്കിപ്പോ മനസ്സിലായോ? കാരണം മറ്റൊന്നുമല്ല, ഫോർത്ത് ഹൊക്കാഗയെ മറികടക്കാൻ കഴിയുന്ന ഒരേ ഒരു ഷിനോബി ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ ഇറ്റാച്ചി ലീഫ് വില്ലേജിൽ വന്നു നമ്മുടെ കക്കാഷിയെ ഗെൻജിറ്റ്സുവിലാക്കി വിരട്ടിയത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇറ്റാച്ചി കിസാമയും നറൂട്ടോ എടുക്കാൻ വന്ന സമയം നമ്മുടെ ജിറായുടെ ഒരു എൻട്രി ഉണ്ട്. പുള്ളിക്കാരൻ വന്ന് നിന്റെ ഗെൻജിറ്റ്സു ഒന്നും എന്റെ കയ്യിൽ നടക്കില്ല എന്ന രീതിയിൽ ഇറ്റാച്ചിയുടെ കണ്ണിലേക്കുള്ള ഒരു നോട്ടവും ഉണ്ട്. ഇവർ രണ്ടുപേരും ലീഫ് വില്ലേജിൽ വരുന്നതിന് മുൻപ് തന്നെ കിസാമ ഇറ്റാച്ചിയോട് പറഞ്ഞിരുന്നു, ലെജൻഡറി സാനിയനായിട്ടുള്ള ജിറായുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നിന്നാൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകൂ എന്നത്. സീരീസിന്റെ തുടക്കത്തിൽ ഈ ഒരു സീൻ തന്നെ മതിയായിരുന്നു ജിറായ സെൻസെ എത്രത്തോളം പവർഫുൾ ആണ് എന്ന് നമുക്ക് കാണിച്ചു തരാൻ. എന്തോ പക്ഷെ എങ്ങനെ? ഞാൻ എന്ത് പറയാനാ, ഞാൻ കുറച്ച് ഫ്ലെക്സിബിൾ ആയി പോയി. എന്നാ പിന്നെ വീണ്ടും തുടങ്ങിയാലോ? നടന്ന യുദ്ധത്തിൽ സാസുകെ വിജയിച്ചു. ഇറ്റാച്ചി ഉച്ചിഹ ഇപ്പോൾ ജീവിച്ചിരിക്കില്ല. ഞാനിത് വിശ്വസിക്കില്ല. ചുമ്മാ